കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ ടോപ്പിക്സുകൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ മിക്സ്ഡ് ആയിട്ടുള്ള കമൻസാണ് വന്നത്. ഞാൻ വിചാരിച്ചത് എല്ലാവരും എൻ്റെ അടുത്ത് പറയും പോർട്രേറ്റ് ചെയ്യാൻ, കളർ പെൻസിൽ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരുപാട് പേര് ഓയിൽ പെയിൻറ്റിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്രിലിക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആർട്ട് ലവേഴ്സ് ഒരുപാട് തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. പേഴ്സണലി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു പോർട്രേറ്റ് ആർട്ടിസ്റ്റ് അല്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് പെൻസിൽ ഡ്രോയിങ്ങും അല്ല. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ പെയിൻറ്റിങ് ആണ്. കളേഴ്സിൻ്റെ ഒരു ലോകമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് വാട്ടർ കളറാണ്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് അക്രിലിക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ ചാനലിൽ അങ്ങോട്ട് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ വീഡിയോസ് മാത്രം പോരാ, പെൻസിൽ ഡ്രോയിങ്ങിൽ മാത്രം അല്ലെങ്കിൽ പോർട്രേറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നതിൽ ഒരുപാട് ലിമിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിലും കളർ പെൻസിലിലും മാത്രം വീഡിയോസ് ചെയ്യുന്നതിന് പകരം പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു കളർഫുള്ളായ വേൾഡിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ പെൻസിൽ ഡ്രോയിങ്, കളർ പെൻസിൽ വീഡിയോസ് മാത്രമല്ല, പെയിൻറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും, അത് ട്യൂട്ടോറിയലായിരിക്കാം, ടൈം ലാപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വ്ലോഗ് ആയിരിക്കാം, വളരെ കളർഫുള്ളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നോണം ഇന്നത്തെ വീഡിയോ ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. ഒരു പെയിൻറ്റിങ്ങിനെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഒരുപാട് കളേഴ്സ് വാരി വലിച്ച് തേക്കണം എന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിലും അത് ബ്രില്യൻ്റ് ആയിട്ട് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലൊരു ശ്രമമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു ബ്രൗണിഷ് യെല്ലോ തീമിലുള്ള പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കണ്ടിട്ട് തിരിച്ചു വരാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യും മുൻപ് ഒരു കുഞ്ഞ് അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ മാർച്ച് മാസത്തെ ഓൺലൈൻ ക്ലാസ്സുകളായ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് ബാച്ച് 8ൻ്റെയും വേൾഡ് ഓഫ് കളർ പെൻസിൽ കോഴ്സ് ബാച്ച് 4ൻ്റെയും അഡ്മിഷൻസ് ക്ലോസ് ആവാറായിട്ടുണ്ട്. മാർച്ച് 8-ാം തീയതിയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അഡ്മിഷൻ എടുക്കുക. പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം സ്കെച്ച് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് അറിഞ്ഞിരുന്നാൽ നമുക്ക് പെയിൻറ്റിങ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വാട്ടർ കളറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു മീഡിയമാണ്. അപ്പോൾ ആ ഒരു സ്കെച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് എന്തൊക്കെ ഒബ്ജക്റ്റാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ ഷേപ്പും സൈസും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൽ നമുക്ക് തെറ്റ് പറ്റാതെ കൃത്യമായിട്ട് നല്ല രീതിയിൽ പെയിൻറ്റിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു മെക്കാനിക്കൽ പെൻസിലാണ് സ്കെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി തിന്നായിട്ടുള്ള ലൈൻസ് ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള റീസൺ കൊണ്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യുന്നത്. നോർമൽ HB അല്ലെങ്കിൽ 2H അല്ലെങ്കിൽ H ഗ്രേഡുള്ള പെൻസിൽസാണ് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻ ഇടാനായിട്ട് നല്ലത്. സ്കെച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇറേസർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അധികം അമർത്താതെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. വളരെ ഡാർക്കായിട്ടുള്ള ലൈൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് പോകാനായിട്ടാണ്. അധികം അമർത്തി ഒരിക്കലും ഇറേസ് ചെയ്യരുത് വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി യെല്ലോ കളറാണ് എടുക്കുന്നത്. യെല്ലോ ഓക്കറും ഗാംബോജി ഹ്യൂ എന്നുള്ള കളറും ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. വാട്ടർ കളറിൽ നമ്മൾ ലൈറ്റിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഡാർക്ക് കളേഴ്സ് ഏറ്റവും ലാസ്റ്റാണ് കൊടുക്കുന്നത്. ട്രാൻസ്പെറൻസിയാണ് വാട്ടർ കളറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി മിസ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ കളേഴ്സ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കളറ് അത്രയും ബ്രൈറ്റായിട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിന് ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ യെല്ലോ കളേഴ്സിൻ്റെ യെല്ലോ ബ്രൗൺ കോമ്പിനേഷനാണ്. അത് എപ്പോഴെങ്കിലും ഡള്ളായി പോയാൽ ഈ പെയിൻറ്റിങ്ങിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ കളർ കിട്ടാനായിട്ട് ബേൺസ് ചെയ്യുന്ന പ്ലസ് പ്രഷ്യൻ ബ്ലൂ എന്നുള്ള കളേഴ്സാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് വാട്ടർ കളറിൽ ചെയ്തെടുക്കുന്നത്. നല്ല തിന്നായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് സമയം എടുക്കും. അപ്പോൾ സമയം എടുക്കും തോറും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ ഒരു കളേഴ്സിൻ്റെ മിക്സിംഗ് ആണ്. കളേഴ്സ് ഒരിക്കലും ഡള്ളാവാതെ നോക്കണം. അതുപോലെ തന്നെ ഒറ്റ ടോണിലുള്ള കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല. അതിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ട്രീ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ബ്രൗണിഷ് കളർ മാത്രമല്ല, ചില ഭാഗത്ത് റെഡിഷ് ആണ്, ചില ഭാഗത്ത് കുറച്ച് ഗ്രീനിഷ് ബ്രൗൺ ആണ്, ചില ഭാഗത്ത് കുറച്ച് നല്ല ഡാർക്ക് ബ്രൗൺ ആണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് സെയിം കളർ തന്നെയാണ്, പക്ഷെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ്, ഡിഫറെൻറ്റ് ടോണിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പെയിൻറ്റിങ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് താഴത്തെ പോർഷനാണ്. കുറച്ച് ചെടികളും കുറച്ച് ഉണങ്ങിയ പുല്ലും കാര്യങ്ങളൊക്കെ വരുന്ന പോലത്തെ ഒരു പോർഷനാണ്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ ഡാർക്ക് ടോൺസൊക്കെ വരുന്നുണ്ട്. അത് ഞാനിവിടെ ബ്രഷിൽ ആ ഡാർക്ക് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ബ്രഷ് വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെടികളൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ബ്രഷിൻ്റെ സ്ട്രോക്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഗേളാണ്. അപ്പോൾ ഗേളിൻ്റെ ഒരു സൈഡിൽ നിന്ന് സൂര്യപ്രകാശം വീഴുന്നുണ്ട്, ലൈറ്റ് റൈസൊക്കെ വരുന്നത് കാണാനായിട്ട് സാധിക്കും ഈ പെയിൻറ്റിങ്ങിൻ്റെ അവസാനം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ആ ലൈറ്റ് റൈസ് ഒരാളുടെ ദേഹത്ത് ഡയറക്റ്റായിട്ട് പതിക്കുന്ന സമയത്ത് ആളുടെ ദേഹത്ത് വീഴുന്ന ആ ഒരു കളറിൻ്റെ ടോണൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി മിക്സ് ചെയ്തെടുക്കണം. എവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച് പറ്റി കഴിഞ്ഞാൽ പെയിൻറ്റിങ് മൊത്തം കൊളായി പോകുന്ന ഒരവസ്ഥയാണ് ആക്ച്വലി വാട്ടർ കളറിൽ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഓരോ ഭാഗങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സൂര്യൻ്റെ പ്രകാശം വീഴുന്ന ഭാഗത്ത് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു വൈറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. വാട്ടർ കളറിൽ പൊതുവെ നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ ആ വൈറ്റ് കിട്ടാനായിട്ട് പേപ്പർ വൈറ്റ് ഒഴിച്ചിടുകയാണ് ചെയ്തത്. ആ ഗേളിൻ്റെ ഹെയർ വരുന്ന പോർഷനിൽ നല്ല രീതിയിൽ ആ ബ്രഷിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് ചെറിയ ഹെയറിൻ്റെ ലൈൻസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഡ്രസ്സിൻ്റെ അടിഭാഗത്ത് കുറച്ചൊരു ഗ്രീനിഷ് ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം കാണുന്ന ആൾക്ക് ആ ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ഊഹിക്കാനായിട്ട് സാധിക്കും. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ആ ലൈറ്റ് റൈസ് കുറച്ചും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി പ്രകാശം വന്ന് ഒന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ ചിത്രം പൂർത്തിയാക്കിയിട്ടുള്ളത്. അവസാനത്തെ സ്റ്റെപ്പിലാണ് ഡാർക്ക് കളേഴ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തതുപോലെ തന്നെ വീഡിയോ കാണുന്നത് നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും എന്തെങ്കിലും ഇൻസ്പിറേഷനൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളും വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ചിത്രങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല പെയിൻറ്റിങ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ചാനലിൽ പുതുമയുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങും കളർ പെൻസിലും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആർട്ട് ലവേഴ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്നും കൂടി എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു കംബാക്ക് നടത്താനായിട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.